ഇന്ന് ജനുവരി മാസം 28-ാം തീയതി നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായമാണ്. യാക്കോബിന് ഇസ്ഹാക്ക് നൽകിയതായിരിക്കുന്ന നിർദ്ദേശം ഏശാവ് കേൾക്കുവാനിടയായി. എന്ത് നിർദ്ദേശമാണ് നൽകിയത്? മകനെ, നീ ഈ കനാനിൽ നിന്നും ഒരു ഭാര്യ എടുക്കാതെ നിൻ്റെ അമ്മയുടെ സഹോദരനായിരിക്കുന്ന ലാബാൻ വസിക്കുന്നതായിരിക്കുന്ന ഹാരാനിലേക്ക് നീ പോകണം. അവിടെ നിന്ന് നീ നിൻ്റെ അമ്മാവൻ്റെ മക്കളിൽ ഒരാളെ ഭാര്യയായി എടുക്കണം. ആ വാക്ക് കേട്ട് അതനുസരിച്ച് യാക്കോബ് പദ്ദൻഅരാമിലേക്ക് യാത്രയായി. അപ്പോൾ ഇത് കേട്ടതായിരിക്കുന്ന ഏശാവാകട്ടെ ഒരു കാര്യം മനസ്സിലാക്കി, എൻ്റെ അപ്പനും അമ്മയ്ക്കും കനാന്യ സ്ത്രീകളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇനിയും കനാനിൽ നിന്നൊരു ഭാര്യ എടുക്കുകയില്ല. അതിന് പകരം അവൻ പോയി ഇസ്മായിലിൻ്റെ മകളെ അവനെ ഭാര്യയായിട്ട് എടുത്തു. ഇസ്മായിലിൻ്റെ മകളെ ഭാര്യയായിട്ട് എടുത്തു. എന്നാൽ ദൈവം എന്താണ് ഇസ്മായിലിനോട് പറഞ്ഞിരുന്നത്? നിൻ്റെ സന്തതി ഇസ്ഹാക്കിൻ്റെ സന്തതിക്ക് എതിരെ വസിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി ഒരു ശത്രുത ഇസ്മായിലിൻ്റെ സന്തതികളും അബ്രഹാമിൻ്റെ സന്തതി ഇസ്ഹാക്കിൻ്റെ സന്തതികളും തമ്മിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവം പറഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഏശാവിനറിയാമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വംശപരമായ ഒരു ദ്വേഷ്യം, ഒരു വെറുപ്പ്, വിരോധമുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഭാര്യ എടുക്കുവാനായിട്ട് ഒരിക്കലും പാടുള്ളതായിരുന്നില്ല. പക്ഷേ ഏശാവ് അതാണ് ചെയ്തത്. അപ്പോൾ ഏശാവിൻ്റെ വംശാവലികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരാരും തന്നെ അബ്രഹാമിക ഉടമ്പടിയുടെ ഭാഗമായി തീർന്നില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. കാരണം അവരുടെ ഈ വിവാഹം കൊണ്ട് ദൈവം പറഞ്ഞു, അബ്രഹാമിൻ്റെ സന്തതിയും ഇസ്ഹാക്കിൻ്റെ മക്കളാണ് വരുന്നത്. അപ്പോൾ ആ സന്തതിയും ഇസ്മായിലിൻ്റെ സന്തതിയും തമ്മിൽ ഒരു ബദ്ധവൈരാഗ്യം തലമുറയായി നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് ഒരിക്കലും ഏശാവ് പോകാനായിട്ട് പാടില്ലായിരുന്നു. പക്ഷേ അവൻ ചെയ്തു. നിഷേധാത്മക ചിന്താഗതിയുടെ ഉടമയായിരുന്നു ഏശാവ് എന്ന് വേണം വിചാരിക്കാൻ. കാരണം എന്ത്? താനെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താണ്? പദ്ദൻഅരാമിലേക്ക് പോയി നിൻ്റെ അമ്മാവൻ്റെ മക്കളുടെ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് യാക്കോബിന് ഉപദേശം കൊടുക്കുന്നത് കേട്ടപ്പോൾ, അങ്ങനെ ഞാനും പദ്ദൻഅരാമിലേക്ക് പോകും, ഞാനും അവിടെ ചെന്ന് എൻ്റെ അമ്മാവൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ച് അനുഗ്രഹിക്കപ്പെടുക എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം തെറ്റായിരിക്കുന്ന ചിന്താഗതിയാണ്, നെഗറ്റീവ് തിങ്കിങ്ങാണ് ഏശാവിനുണ്ടായിരുന്നത്. വളരെ ആപൽകരമാണ്. ഒരു മനുഷ്യൻ താൻ ചിന്തിക്കുന്നത് പോലെ ആകുന്നു എന്ന് ഒരു ആപ്തവാക്യമുണ്ട്. ഏശാവിൻ്റെ കാര്യത്തിൽ അത് വളരെ സത്യമാണ്. ദൈവാനുഗ്രഹങ്ങൾക്ക് പങ്കാളിയാകുവാൻ ഏശാവിന് അവസരം ധാരാളം അവസരം ഉണ്ടായിരുന്നു. അവസരങ്ങളെല്ലാം പാഴാക്കിയ ഒരാളാണ് ഏശാവ്. എന്നാൽ യാക്കോബ് അങ്ങനെയല്ല. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരാളാണ് യാക്കോബ്. അതിന് തെറ്റായ മാർഗം അവൻ ഉപയോഗിച്ചു. ചതിവ് കൊണ്ട് ജ്യേഷ്ഠാവകാശം നേടിയെടുത്തു. അതൊക്കെ അവൻ ചെയ്തു. അതൊക്കെ തെറ്റാണെങ്കിലും അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കായിരിക്കണം, ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഏശാവ് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് യാക്കോബ് ഇസ്ഹാക്കിൻ്റെയും റബേക്കയുടെ ഉപദേശപ്രകാരം തന്നെ പദ്ദൻഅരാമിലേക്ക് പോവുകയും അവിടെ ചെന്ന് ലാബാൻ്റെ മക്കളെ പുത്രിമാരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. 12 ഗോത്രങ്ങൾക്ക് അവരിൽ നിന്ന് ജനിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനതയെ അവരിൽ നിന്ന് ഉളവാകുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ഏശാവാകട്ടെ അങ്ങനെ ചെയ്യുവാനല്ല, അതിന് പകരം തെറ്റായിരിക്കുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുവാനാണ് ഇടയായത്. നമ്മൾ പറയാറുണ്ട് വിനാശകാല വിപരീത ബുദ്ധി. ഏതാണ്ട് ഏശാവിന് അങ്ങനെയാണ്. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ എപ്പോഴും വിപരീതമായിരിക്കുന്ന രീതിയിലാണ് ഏശാവ് ചിന്തിച്ചത്. അതുകൊണ്ടാണ് അവൻ പോയി ഇസ്മായിലിൻ്റെ സന്തതികളിൽ ഒരാളെ ജീവിത പങ്കാളിയായി കണ്ടെത്തിയത്. അതവന് അനുഗ്രഹത്തിന് പകരം ശാപമായി തീർന്നു എന്ന് ഞാൻ പറയട്ടെ. വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രാർത്ഥിച്ച് വചനപ്രകാരം തീരുമാനങ്ങൾ ചെയ്യാതെ വികാരത്തിൻ്റെ തള്ളലിൽ നാം തീരുമാനങ്ങളെടുത്താൽ ആ തീരുമാനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരുകയില്ല. ഏശാവും യാക്കോവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യാക്കോവ് തൻ്റെ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം പദ്ദൻഅരാമിലേക്ക് പോയി. അവർ പറഞ്ഞതനുസരിച്ച് തൻ്റെ അമ്മാവൻ്റെ ഒരു മകളെ സ്നേഹിച്ചു. ആ മകളെ ലാബാൻ വഞ്ചിച്ച് വേറൊരു മകളെയാണ് ആദ്യം ഭാര്യയായി കൊടുത്തതെങ്കിൽ രണ്ടാമത്തെ മകളെ, ആ സ്നേഹിച്ച മകളെയും വിവാഹം കഴിക്കുവാനായിട്ടിടയായി. അങ്ങനെ മാതാപിതാക്കളുടെ ആലോചന പ്രകാരം യാക്കോബ് വിവാഹം കഴിച്ചതുകൊണ്ട് യാക്കോബിന് ഏറെ അനുഗ്രഹം ഉണ്ടായി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് യാക്കോബ് പാത്രീഭൂതനായി. എന്നാൽ ഏശാവിൻ്റെ വംശാവലിയെ ഒരിക്കലും ദൈവാനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീർന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം തെറ്റായ ചിന്താഗതിയാണ്. നമ്മുടെ ചിന്തകൾ ശരിയായിരിക്കട്ടെ, നേരെയുള്ള ചിന്തകളായിരിക്കട്ടെ, വചനപ്രകാരമുള്ള ചിന്തകളായിരിക്കട്ടെ. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം